തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല നാടൻ കപ്പയും മുട്ടയും റെഡിയാക്കിയാലോ? അപ്പോൾ വായോ. കപ്പ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് അത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. അതിനുശേഷം കപ്പയുടെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ കുഴയ്ക്കാൻ വേണ്ടി കപ്പ കട്ട് ചെയ്യത്തില്ലേ, ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ്, അതുപോലെ കൊത്തി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് വേകുന്ന കപ്പ വേണം ഇതിനു വേണ്ടി എടുക്കാൻ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കവർ ചെയ്ത് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ഉടച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ആ ഒരു ടൈമിൽ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു സവാള അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൂടെ ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഇതിലേക്കുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 സ്പൂൺ ഗരം മസാല. ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പൂടെ വേണമെങ്കിൽ അതുകൂടെ നമുക്കിതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു രീതിയിലായി കഴിയുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ കപ്പയുടെ കൂടെ ചിക്കനോ ഫിഷോ ഒന്നും വേണമെന്നില്ല. കുറച്ച് സവാള ഒന്ന് മുകളിലോട്ട് അരിഞ്ഞിട്ടിട്ട് നമുക്ക് കോരി നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്